സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഐഡന്റിഫിക്കേഷൻ ഓഫ് അരിമ മോഡൽ ആയിരുന്നു. നമുക്ക് 4 സ്റ്റെപ്സ് ആണ് അരിമ മോഡൽ ഉള്ളത്. ആദ്യത്തേത് ഐഡന്റിഫിക്കേഷൻ. രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്കറിയാം എസ്റ്റിമേഷൻ. മൂന്നാമത്തെ സ്റ്റെപ്പ് ഡയഗ്നോസ്റ്റിക് ചെക്ക്. And fourth step is forecasting. സോ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇതിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്തത് ACF PACF നോക്കിയിട്ടാണ് GDP-യുടെ ഫസ്റ്റ് ഡിഫറൻസ് ആണ് നമ്മൾ എടുത്തത്. സോ നമ്മൾ ഡെൽറ്റ GDP ആണ് എടുത്തത്. എന്തുകൊണ്ട് നമ്മൾ ഡെൽറ്റ GDP എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ GDP അറ്റ് ദ ലെവൽ ഫോം വാസ് നോൺ സ്റ്റേഷനറി. സോ നമ്മൾ ഫസ്റ്റ് ഡിഫറൻസ് സ്റ്റേഷനറി ആയിരുന്നു. Then when we plot this delta GDP in terms of a correlogram, നമ്മൾ PACF ACF-ന്റെയും PACF-ന്റെയും പാറ്റേൺ നമ്മൾ നോക്കി. അത് നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി that is an auto-regressive model with 1, 8 and 12 lag. 1, 8 and 12 lag. നമ്മൾ എക്സാമ്പിൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 1, 8 and 12 lag ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത്. Now we are going to estimate this model. നമ്മൾ അത് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ ലെറ്റ്സ് ഗോ ആൻഡ് എസ്റ്റിമേറ്റ് ഇറ്റ്. നമ്മൾ സി GDP-യുടെ ആണ് നമ്മൾ എടുക്കുന്നത്. സോ ദിസ് ഈസ് GDP. നമുക്ക് GDP ആസ് സച്ച് എടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റേഷനറി അല്ല. അതുകൊണ്ട് നമ്മൾ അതിനെ സ്റ്റേഷനറി ആക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? We take the first difference of GDP. This is the first difference. ഇതാണ് ഫസ്റ്റ് ഡിഫറൻസ്. ഇതാണ് അറ്റ് ലെവൽ ഫോം. ഇത് ലെവൽ ഫോമിലുമാണ്. ഇതാണ് അതിൻ്റെ ഇത് ലെവൽ ഫോമിലാണെങ്കിൽ ഇത് അതിൻ്റെ ഫസ്റ്റ് ഡിഫറൻസ് ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരുന്നു, ഓൾറെഡി ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ AR 1, 8, 12 എന്നുള്ള മോഡലിലേക്ക് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. സോ എങ്ങനെയാണ് ഈ മോഡല് ചെയ്യുന്നത്? 2 രീതിയിൽ നമുക്ക് ഈ മോഡൽ എസ്റ്റിമേറ്റ് ചെയ്യാം. ഒന്ന്, നമുക്ക് ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് ഉപയോഗിക്കാം. അതിൽ നമ്മൾ ഈ ഫസ്റ്റ് ഡിഫറൻസ് ആണ് നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ. ദെൻ നമ്മൾ അതിലേക്ക് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂണിവേരിയേറ്റ് ആണ് അനാലിസിസ്. അതായത് GDP-യുടെ വാല്യൂ തന്നെ അതിനുവേണ്ടി സംസാരിക്കുക. അപ്പോൾ GDP-യുടെ നമ്മൾ ലാഗ് എന്തൊക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? GDP-യുടെ ലാഗ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് 1, 8 and 12. 3 ലാഗാണ് നമ്മളോട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ഈ ലാഗ് ഇവിടെ വന്നിട്ടുണ്ട്. -1 എന്ന് പറയുന്നത് ഫസ്റ്റ് ലാഗ്, -8 എന്ന് പറയുന്നത് 8th ലാഗ്, -12 എന്ന് പറയുന്നത് 12th ലാഗ്. ഇത് കോൺസ്റ്റന്റ് ടൈം ഉണ്ട്. Then we estimated it. So constant എന്ന് പറയുന്നത് 28.19 ആണ്. This is the first difference GDP. അതിൻ്റെ കോഎഫിഷ്യന്റ് 0.34 ആണ്. 8th ലാഗിൻ്റെത് -0.29 ആണ്. 12th ലാഗിൻ്റെത് -0.26 ആണ്. Look at the estimation here. ഇവിടെ നമുക്ക് 23.08 ചെറിയ വേരിയേഷൻസ് ഉണ്ട്. അത്
സോഫ്റ്റ്വെയറിന്റെ വ്യത്യാസം അനുസരിച്ചാണ്. 0.3427 minus 0.2994, then minus 0.2644 minus 0.2643. R square നോക്കുക, R square 29% ആണ്, 29%. R square is less than Durbin-Watson, so it's a good sign, good indicator. Okay, then നമ്മൾ ഈ മോഡൽ എങ്ങനെയാണ് എഴുതിയെന്നത് നോക്കാം. ഈ മോഡൽ എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? സി, ഇതാണ് YT സ്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ ഡെൽറ്റ GDP ആണ്. ദിസ് ഈസ് ദ കോൺസ്റ്റന്റ് ടൈം. ഇവിടെ നമ്മൾ ഡെൽറ്റ ഉപയോഗിച്ചിട്ടാണ് കോൺസ്റ്റന്റ് ടൈം കാണിച്ചത്. ദെൻ ആൽഫ 1, ദിസ് ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഡെൽറ്റ GDP at the first lag, T-1. This is alpha 8 delta GDP at the 8th lag. Then alpha 12 delta GDP at the 12th lag. ഇങ്ങനെയാണ് നമ്മൾ ആ മോഡൽ എഴുതിയിരിക്കുന്നത്. ദിസ് ഈസ് ദ മോഡൽ ആൻഡ് നമ്മൾ ആ മോഡലിൽ ഡാറ്റ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. സോ നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? നമുക്ക് എസ്റ്റിമേറ്റ്സ്, കോഎഫിഷ്യന്റുകളെല്ലാം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തു. ആൽഫ 1, ആൽഫ 8, ആൽഫ 12, ഇതാണ് നമ്മുടെ കോഎഫിഷ്യൻസ്. സോ നമ്മൾ ഇതിനെല്ലാം എസ്റ്റിമേറ്റ് ചെയ്തു. ആൽഫ 1ഉം ആൽഫ 8ഉം ആൽഫ 12ഉം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തു. ഐഡന്റിഫിക്കേഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എസ്റ്റിമേഷൻ നമുക്ക് ആ മോഡൽ എസ്റ്റിമേറ്റ് ചെയ്താൽ മതി. നമ്മൾ സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇറ്റ് ഈസ് വെരി ഈസി. സോ വി ഹാവ് എസ്റ്റിമേറ്റഡ് ദ കോഎഫിഷ്യൻസ്. ഇനി നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് നമുക്ക് എസ്റ്റിമേറ്റഡ് വാല്യൂ കിട്ടി. എസ്റ്റിമേഷൻ ആണ് ഞാൻ ഇവിടെ കാണിച്ചത്. ദിസ് ഈസ് ഹൗ എസ്റ്റിമേഷൻ. ഇനി ഞാനിപ്പോ നേരെ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡാണ് ഉപയോഗിച്ചത്. മറ്റൊരു രീതി കൂടിയുണ്ട്. അത് ഗ്രറ്റലാണെങ്കിൽ നമ്മൾ മോഡലിൽ പോയിട്ട് ടൈം സീരീസിൽ അരിമ എന്ന് പറയുന്നത് നേരെ സ്ട്രെയിറ്റ് ഫോർവേഡ് കിടപ്പുണ്ട്. അതിൽ ഞാൻ GDP ആണ് ഡെൽറ്റ GDP ആണ് ഞാൻ ഡിപ്പെൻഡന്റ് വേരിയബിൾ ആയിട്ട് എടുക്കുന്നത്. ഇനി എന്താ യൂണിവേരിയറ്റ് ആയതുകൊണ്ട് നമുക്കിവിടെ AR ആണോ, AR 1, 8, 12 മോഡലാണ്. അപ്പൊ ഞാനിത് AR 1ഉം MA 1ഉം ആണ് കിടക്കുന്നത്. ഞാൻ അതിൽ MA 0 ആക്കിയാണ്. മൂവിങ് ആവറേജ് മോഡൽ അല്ല, ഇന്റഗ്രേറ്റഡ് 0 ആണ്. ഡിഫറൻസിങ് ഒന്നും നമ്മൾ ഓൾറെഡി ഡിഫറൻസിങ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ലെവൽ ഫോമിലാണ് ഇത് എടുക്കുന്നതെങ്കിൽ ഇത് 1 ആക്കണമായിരുന്നു. നമുക്ക് അത് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ 1, 8, 12 അങ്ങനെ 3 ലാഗുകളാണ് ഞാൻ ഇവിടെ എടുത്തത്. ARന്റെ 3 ലാഗ് എടുത്തു. ദെൻ ഐ പുട്ട് ഓക്കെ. ഇത് തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ there is slight difference. അത് ഒരു കോൺസ്റ്റന്റിന്റെ വാല്യൂവിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ 23.0894 ആണ്. ദിസ് ഈസ് സെക്കൻഡ് മോഡൽ ഈസ് മോർ ആക്യുറേറ്റ്. നമ്മൾ അരിമ മോഡൽ ചെയ്തതാണ് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് നോക്കിയിട്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ മെത്തേഡാണ് ഉപയോഗിച്ചത്. ഇത് OLS മെത്തേഡായിരുന്നു. അതേസമയം നമ്മൾ അർമ മോഡലാണ് ചെയ്തത്. അർമ മോഡൽ ചെയ്യാൻ കാരണം നമ്മൾ ഡെൽറ്റ GDP ആണ് ചെയ്തത്. നമ്മൾ ലെവൽ ഫോമിലല്ല, ഫസ്റ്റ് ഡിഫറൻസിങ്ങിലാണ്. ഫസ്റ്റ് ഡിഫറൻസിങ്ങിൽ എടുത്ത് നമ്മളത് ഇന്റഗ്രേഷൻ കാണിച്ചില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത് അർമ മോഡൽ ചെയ്തിരിക്കുന്നത്. ലെറ്റ്സ് ഡു വൺ തിങ്. നമുക്ക് ടൈം സീരീസിൽ സെയിം കാര്യം തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. ടൈം സീരീസിൽ ഞാൻ അരിമ മോഡൽ എടുക്കുകയാണ്. അരിമ മോഡൽ ഞാൻ GDP ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കും. ദെൻ ഇന്റഗ്രേഷൻ ഞാൻ 1 ആക്കുന്നു. അതായത് അതിനെ ഫസ്റ്റ് ഡിഫറൻസ് ചെയ്യണം എന്ന് കാണിക്കുകയാണ്. ലാഗുകളെല്ലാം സെയിം ആയിട്ട് എടുക്കുന്നു. ലെറ്റ്സ് സീ എന്താണ് അതിൻ്റെ അകത്ത് ചേഞ്ച് ഉണ്ടാകുന്നത്. ഇതാണ് നമ്മുടെ മോഡൽ 3. ഇതിൽ 23.5464 അത് തന്നെയാണ് നമ്മൾ മോഡൽ 2ലും കിട്ടിയിരിക്കുന്നത്. സി, രണ്ടിലും നമ്മുടെ മോഡൽസ് സെയിം തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 23.5464 മോഡൽ 3യിലാണെങ്കിലും 23.5464, 0.3031 മോഡൽ 2ലാണെങ്കിലും സെയിം തന്നെ. നമ്മൾ അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് അവിടെ ചെയ്യാനായിട്ട് പറ്റി. അതായത് എന്താ ചെയ്തത്? മോഡലിൽ എസ്റ്റിമേഷൻ ആണ്. മോഡലിൽ ടൈം സീരീസിൽ പോയിട്ട് അരിമ മോഡൽ എടുത്തിട്ട് നമ്മളതിൽ ഒന്നില്ലെന്നെങ്കിൽ നമുക്ക് നേരെ ലെവൽ ഫോമിൽ നമുക്ക് ഇവിടെ എന്താണ് വ്യത്യാസം കാണിച്ചേക്കുന്നത് നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ എന്താണ് വ്യത്യാസം? മോഡൽ 3യില് ഇവിടെ നോക്കിയാൽ ഇത് കണ്ട് അരിമയാണ്. അരിമ കാരണം ഞാൻ എന്താ ചെയ്തത്? ഇന്റഗ്രേഷൻ അവിടെ 1 കാണിച്ചിരുന്നു.
ഇന്റഗ്രേഷൻ ഇത് φ1 φ8 φ12 എന്ന് പറയുന്നത് അതിന്റെ ഫി എന്ന് പറയുന്നത് ഓട്ടോ റിഗ്രസീവ് ടേംസിന്റെ കോഎഫിഷ്യന്റ് ആണ്. വി വിൽ റൈറ്റ് ലൈക്ക് ദിസ്. This is the coefficient of autoregressive terms. ഇവിടെ നമുക്ക് അതേസമയം മൂവിങ് ആവറേജിന്റെ ഒരു ടൈം ഉണ്ടായെന്ന് വെച്ചെങ്കിൽ ദിസ് വുഡ് ഹാവ് ബീൻ തീറ്റ. നമ്മൾ തീറ്റ എന്നാണ് ആ ടൈമിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഇത് ഓട്ടോറിഗ്രസീവ് ടൈമുകൾ ഉണ്ടായെന്ന് വെച്ചെങ്കിൽ അതിന്റെ കോഎഫിഷ്യന്റ് നമ്മൾ തീറ്റ എന്നാണ്. ഇവിടെ ഗുജറാത്തിയുടെ ബുക്കിൽ ആൽഫ 8 ആൽഫ 12 എന്നാണ് കാണിച്ചിരിക്കുന്നത്. ബട്ട് കൺവെൻഷനലി ഉപയോഗിക്കുന്നത് ഓട്ടോ റിഗ്രസീവ് ടൈം ആണെങ്കിൽ ഫീ ആണ് ഉപയോഗിക്കുക. ഓക്കെ, നൗ ഇത് നോക്കുക, ഇതിൽ അരിമയാണ്. ഞാൻ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അരിമ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റഗ്രേഷൻ 1 കാണിച്ചിരുന്നു, അതുകൊണ്ടാണ് അരിമ കാണിച്ചത്. അതേസമയം ഞാൻ ഇവിടെ അർമയാണ് കാണിച്ചത്, അർമയാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് അർമ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇന്റഗ്രേഷൻ 0 ഇട്ടിട്ട് ഡെൽറ്റ GDP ആയിരുന്നു ഉപയോഗിച്ചത്. ഓക്കെ, ലെറ്റ്സ് സേ അരിമ മോഡൽ നമുക്ക് നോക്കാം. സോ ഇത് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണ്, എല്ലാ ടേംസും സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണ്. നമ്മൾ അതിൻ്റെ അക്കായിക്ക് ഇൻഫർമേഷൻ ക്രൈറ്റീരിയനൊക്കെ ചെക്ക് ചെയ്യണം. മോഡലുകൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏത് മോഡലാണ് ബെസ്റ്റ് മോഡൽ എന്ന് അറിയാൻ. സോ ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഡെൽറ്റ GDP തന്നെയാണ്. ഇത് ലാഗ് ഓപ്പറേറ്ററിലാണ് എഴുതിയിരിക്കുന്നത്. GDP ഡെൽറ്റ GDP ആണ്. 1 - L. വി വിൽ ലേൺ ദാറ്റ് ലാഗ് ഓപ്പറേറ്റർ ലേറ്റർ. അപ്പോൾ നമുക്ക് ഡയഗ്നോസ്റ്റിക് ചെക്കിംഗ് ആണ് അടുത്തത്. അപ്പൊ നമ്മളിവിടെ എസ്റ്റിമേഷൻ നടത്തി. അപ്പൊ ആദ്യം ഐഡന്റിഫൈ ചെയ്തു നമ്മൾ മോഡൽ, രണ്ടാമത് നമ്മൾ എസ്റ്റിമേഷൻ നടത്തി. എസ്റ്റിമേഷൻ നടത്തുക എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഒരു മോഡൽ, നമ്മൾ എസ്റ്റിമേഷൻ നടത്തിയത്. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? നമുക്ക് ആൽഫ 1, ആൽഫ 8, ആൽഫ 12. നെക്സ്റ്റ് നമ്മൾ ചെയ്യാം. അപ്പൊ നമ്മൾ എസ്റ്റിമേഷൻ ഇപ്പൊ നടത്തിയാണ്. സോ അരിമ മോഡൽ ഉപയോഗിച്ച് നമ്മൾ എസ്റ്റിമേഷൻ നടത്തി. അതിൽ മൂവിങ് ആവറേജ് 0 ആയിരുന്നു. ഇതിൽ നമ്മൾ അരിമ മോഡലാണ് ഉപയോഗിക്കുന്നതെങ്കിലും അതിൽ മൂവിങ് ആവറേജ് 0 ആണ്. മൂവിങ് ആവറേജ് ഒന്നും തന്നെ നമ്മൾ എടുത്തിട്ടില്ല. ഇന്റഗ്രേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, ദെൻ AR കമ്പോണന്റുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ മോഡൽ അരിമ മോഡലായിട്ടാണ് നമ്മളത് കാണിക്കുക. മൂവിങ് ആവറേജ് 0 ആണെന്ന് മാത്രം. ഓക്കെ, നൗ വാട്ട് ഈസ് ദ നെക്സ്റ്റ് തിങ് ടു ഡു? നെക്സ്റ്റ് തിങ് ടു ഡു ഈസ് വി ഹാവ് ടു ചെക്ക് ദ റെസിഡ്യൂവൽസ്. ഡയഗ്നോസ്റ്റിക് ചെക്കിംഗ് ആണ് നടത്തേണ്ടത്. റെസിഡ്യൂവൽസ് അത് വൈറ്റ് നോയ്സ് ആണോ എന്നാണ് നമുക്കറിയേണ്ടത്. സോ നമുക്ക് അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മോഡൽ. ഞാൻ തേർഡ് മോഡൽ എടുക്കുകയാണ്. ഈ തേർഡ് മോഡലിൽ റെസിഡ്യൂവലിന് ഞാൻ സേവ് ചെയ്യാണ്. ഞാനത് കാണിക്കാൻ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ തിയറിറ്റിക്കലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനത് നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ഇംപ്ലിക്കേഷൻ എന്നാണ് കാണിച്ചു തരുന്നത്. സോ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഇതാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത മോഡൽ, തേർഡ് മോഡൽ. തേർഡ് മോഡലും സെക്കൻഡ് മോഡലും 1 and the same ആണ്. ഞാനത് GDP എന്നുള്ള ലെവൽ ഫോമിൽ ഉപയോഗിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് സേവ് ചെയ്യുന്നത്? നമ്മൾ അതിന്റെ റെസിഡ്യൂവലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, ഡയഗ്നോസ്റ്റിക് ചെക്കിങ്. സോ നമുക്ക് ആദ്യം തന്നെ റെസിഡ്യൂവൽ കിട്ടാം. റെസിഡ്യൂവൽ ഞാൻ സേവ് ചെയ്യാം. U-hat 3 എന്നാണ് ഞാൻ റെസിഡ്യൂവലിനോട് പേരിട്ടിരിക്കുന്നത്. എനിക്ക് വേണ്ടി പേര് മാറ്റാം. ഞാൻ റെസിഡ്യൂവൽ എന്ന് പേര് കൊടുക്കുകയാണ്. പേരുണ്ടോ എന്നറിയില്ല. ഓക്കെ, സോ റെസിഡ്യൂവൽ എന്നുള്ള പേര് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. യെസ്, ദിസ് ഈസ് ദ റെസിഡ്യൂവൽ. ഈ റെസിഡ്യൂവലിനെ നമ്മൾ ഡയഗ്നോസ്റ്റിക് ചെക്കിങ്ങിന് വിധേയമാക്കിയാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യം തന്നെ റെസിഡ്യൂവലിനെ ഒരു ടൈം സീരീസ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് റെസിഡ്യൂവലിന്റെ പ്ലോട്ട്. ഈ പ്ലോട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇറ്റ് ഈസ് 0 മീൻ 0 ആണ്. കോൺസ്റ്റന്റ് വേരിയൻസ് ആണ് നമ്മൾ അടുത്തത് വൈറ്റ് നോയ്സ് നമ്മൾ പറയുന്നത്. വേരിയൻസ് കോൺസ്റ്റന്റ് ആണോ എന്ന് നമുക്ക് ജസ്റ്റ് ഒരു ഐബോളിങ്ങിലൂടെ നമുക്ക് ഏകദേശം കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. എന്നാലും നമുക്ക് ഇവിടേക്ക് നോക്കുന്നത് കുറച്ച് എന്താ പറയാ, കുറച്ച് ഡീവിയേഷൻസ് കാണുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? നമുക്കൊരു ഫോർമൽ ടെസ്റ്റിങ്ങിന് വിധേയമാക്കാം. നമുക്ക് കോറിലോഗ്രാം നോക്കാം. കോറിലോഗ്രാം നോക്കാനായിട്ട് നമ്മൾ റെസിഡ്യൂവൽ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ കോറിലോഗ്രാം, അത് 17 ലാഗാണ് കിടക്കുന്നത്. ലാഗിന്റെ നമ്മൾ യൂഷ്വലി ലാഗ് എടുക്കുന്നത് ക്യൂബ് റൂട്ടാണ് നമ്മൾ എടുക്കുന്നത്, അല്ലെങ്കിൽ 1/3 നമുക്ക് എടുക്കാം. ബട്ട് ലെറ്റ്സ് ടേക്ക് ദ ഡീഫോൾട്ട് വൺ. നമ്മൾ നേരത്തെ എടുത്തുകൊണ്ടെന്ന് വെച്ചാൽ 25 ലാഗ് ആയിരുന്നു എടുത്തത്. 25 ലാഗ് എടുത്തത് 25 ആയിരുന്നു. നമുക്ക് 88 കണ്ടുകൊണ്ട് നമ്മുടെ സൈസ് 25 ലാഗാണ് നമ്മൾ എടുത്തത്. ഇവിടെ നോക്കാം, ഔട്ടർ ബൗണ്ട് എന്ന് പറയുന്നത് ഈ രണ്ട് ബ്ലൂ 95% കോൺഫിഡൻസ് ഇന്റർവെൽ ആണ്.
എല്ലാം ACF ആണെങ്കിലും PACF ആണെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് അല്ല. ഒരു സ്പൈക്ക് പോലും സീറോ ഈ ഔട്ടർ ബൗണ്ടിന്റെ പുറത്തേക്ക് പോയിട്ടില്ല. അതായത് ഇപ്പോൾ നമ്മൾ 17 ലാഗ് എടുത്തപ്പോൾ ഒരു സ്പൈക്ക് പോലും സിഗ്നിഫിക്കൻ്റ് അല്ല, സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് അല്ല. ദാറ്റ് മീൻസ് ACF is 0, PACF is 0. So we can say that residual follows white noise. It is white noise, zero mean and constant variance. അപ്പൊ നമുക്ക് അത് അങ്ങനെയാണെങ്കിൽ ആ മോഡൽ ഫിറ്റ് ആണ്. നമുക്ക് പിന്നെ തിരിച്ച് ഐഡന്റിഫിക്കേഷനിലോട്ട് പോകേണ്ട കാര്യമില്ല. വി ക്യാൻ ഫോർവേഡ് വിത്ത് അവർ ഫോർകാസ്റ്റിംഗ്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് മൂന്നാമത്തെ രീതി എന്താണ്? മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് വി ക്യാൻ ചെക്ക് ദ യൂണിറ്റ് റൂട്ട്. ഓഗ്മെന്റഡ് ഡിക്യൂഫുൾ ടെസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ കോൺസ്റ്റന്റ് ഇല്ലാതെയാണ്, കാരണം റെസിഡ്യൂവലിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വി ടെസ്റ്റ് വിത്തൗട്ട് കോൺസ്റ്റന്റ്. ദെൻ നമ്മൾ ഓക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ പി വാല്യൂ ആണ് നമ്മൾ നോക്കേണ്ടത്. ആ പി വാല്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പി വാല്യൂ ഈസ് വെരി ലെസ് ദാൻ 0. ദിസ് ഈസ് ദ പി വാല്യൂ. ഇത് എന്തുകൊണ്ട് ലെസ് ദാൻ 0 എന്നുള്ളത്? ഇവിടെ 3.828 e⁻−32 ആണ്. അതായത് ഒരു 31 സീറോയും 0.31 സീറോയും പിന്നെ 3യും ആണ് ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അത് ഒരു പോയിന്റിന് ശേഷം 0 പോയിന്റിന് ശേഷം പിന്നെ ഒരു 31 സീറോയും പിന്നെ 3യും ഉണ്ട്. ദാറ്റ് മച്ച് ലോ ഈസ് ദ പി വാല്യൂ. ദാറ്റ് ഈസ് e⁻−32. That is the meaning of e⁻−32. സോ എല്ലാ രീതിയിലും നമ്മൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ റെസിഡ്യൂവൽ ഡയഗ്നോസ്റ്റിക് ചെക്കിങ്ങിൽ ഫിറ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അതായത് അത് ആ മോഡൽ ഓക്കെ ആണ്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇനിയാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുക. ദാറ്റ് ഈസ് ഫോർകാസ്റ്റിംഗ്. ഫോർകാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ GDP എന്ന് പറയുന്നത് നമ്മൾ ലെവൽ ഫോമിലല്ല എടുത്തിരിക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്നത് ഡെൽറ്റ GDP ആണ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തല്ലോ. അരിമ മോഡൽ ചെയ്തപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിഫറൻസ് ചെയ്തല്ലോ. സോ ഫസ്റ്റ് ഡിഫറൻസ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് നമുക്ക് കിട്ടുക? ചേഞ്ചിങ് ആണ്. അപ്പൊ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്, നമ്മൾ ആ വാല്യൂ വെച്ചാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ചേഞ്ചിങ് ആണ് കിട്ടുക, മാറ്റം. ആസ് സച്ച് നമുക്ക് കിട്ടില്ല. അപ്പൊ നമുക്ക് അത് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണ് അത് കറക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ എനിക്ക് കാണിക്കാനായിട്ട്. ഓക്കെ, സി. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മോഡൽ ഒന്ന് എഴുതാം. നമ്മുടെ മോഡൽ എന്ന് പറയുന്നത് സി ഡെൽറ്റ GDP. സി നമ്മൾ മോഡൽ നമ്മൾ YT ആണ് ഇവിടെ എഴുതിയിരുന്നത്. എസ്റ്റിമേറ്റ് ചെയ്തത് നമ്മൾ ഇങ്ങനെയാണ്, YT വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ഞാനത് ഡെൽറ്റ GDP ടൈംസിൽ എഴുതിയാണ്. ഡെൽറ്റ GDP to alpha 1 plus alpha 0 plus alpha 1 delta GDP T-1 plus alpha 8 delta GDP T-8 plus alpha 12 delta GDP T-12. അപ്പോൾ നമ്മൾ 3 ലാഗ് എടുത്തു. ഇപ്പോൾ ഫസ്റ്റ് ലാഗ്, 8 ലാഗ് ആൻഡ് 12 ലാഗ്. T ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, കറന്റ് പീരീഡ് ആണ് നമുക്ക് വേണ്ടത്. പ്ലസ് UT. ഇതാണ് നമ്മുടെ മോഡൽ. ദിസ് ഈസ് അവർ മോഡൽ. ഇതാണ് നമ്മുടെ മോഡൽ.
നമ്മൾ ഫോർകാസ്റ്റിംഗിലേക്കാണ് ഇനി കിടക്കുന്നത്. ഫോർകാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് സോഫ്റ്റ്വെയറിൽ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഫോർകാസ്റ്റ് ചെയ്യാം. പക്ഷെ ഒരു കാര്യമുള്ളത്, അവിടെ നമ്മൾ ഡെൽറ്റ ജി ഡി പി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചേഞ്ചിനാണ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ്, നമുക്ക് ആക്ച്വൽ ലെവൽ ഫോമിൽ നമുക്ക് പ്രഡിക്ഷൻ കിട്ടണം. അതിന് എന്താണ് ചെയ്യേണ്ടതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഡെൽറ്റ ജി ഡി പി ടി എന്ന് പറയുന്നത് നമ്മുടെ പീരീഡ് നമുക്ക് നോക്കാം. നമ്മുടെ ഡാറ്റയുടെ പീരീഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജി ഡി പിയുടെ ഡാറ്റയുടെ പീരീഡ് നോക്കിക്കഴിഞ്ഞാൽ 1970 ഫസ്റ്റ് ക്വാർട്ടർ, ഇതാണ് തുടക്കം. 1970 ക്വാർട്ടർ 1, ഇതാണ് നമ്മുടെ ഡാറ്റയുടെ തുടക്കം. ഓക്കെ, ഇനി എൻഡിങ് എവിടെയാണ്? എൻഡിങ് എന്ന് പറയുന്നത് 1991 ഫോർത്ത് ക്വാർട്ടർ, ക്വാർട്ടർലി ഡാറ്റയാണ്. 1991 ഫോർത്ത് ക്വാർട്ടർ. ഇത്രയും ഡാറ്റ നമ്മുടെ കൈവശമുണ്ട്. ഇത്രയും ഡാറ്റ നമ്മുടെ കൈവശമുണ്ട്. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഡാറ്റ. നമുക്ക് വേണ്ട ഡാറ്റ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട്, ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് സപ്പോസ് 1992 ഫസ്റ്റ് ക്വാർട്ടർ, ഇതാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ദിസ് ഈസ് ദ ഇയർ ഓഫ് ദ ക്വാർട്ടർലി ഡാറ്റ ദാറ്റ് വി ആർ ഗോയിങ് ടു പ്രെഡിക്റ്റ്. ഇതുവരെ നമ്മുടെ കയ്യിലുള്ള ഡാറ്റയുള്ളൂ. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഡെൽറ്റ ജി ഡി പി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ ഡെൽറ്റ ജി ഡി പി ടി എന്ന് പറയുന്നത്, ശ്രദ്ധിച്ച് നോക്കണേ, ഞാൻ ജി ഡി പി എഴുതുന്നില്ല, ഞാൻ ഇതിന്റെ ജി ഡി പിക്ക് ഒരു വൈ എഴുതുകയാണ് എളുപ്പത്തിന് വേണ്ടി. വൈ 1992 ഫസ്റ്റ് ക്വാർട്ടർ, ഇതാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക. നമുക്ക് ഡെൽറ്റ ആകുമ്പോൾ ഡെൽറ്റ ജി ഡി പി ടി എന്നാണ് ഇത് എഴുതുന്നതെങ്കിൽ നമുക്ക് ആസച്ച് നമുക്ക് നേരെ ഇത് എഴുതാൻ പറ്റില്ല. മൈനസ് ഇതിൽ നിന്ന് എന്ത് ചേഞ്ച് ആണുള്ളതെന്നാണ് ഇത് കിട്ടുന്നത്. ഇതാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. മൈനസ് വൈ എന്ന് പറയുന്നത് ജി ഡി പി ആണ്. ജി ഡി പി 1991 ഫോർത്ത് ക്വാർട്ടർ. നമ്മൾ എഴുതിയിരിക്കുന്ന ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഇതാണ് നമുക്ക് ഈ ഒരു കാര്യമേ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അതിൽ നിന്ന് എന്ത് വേണം? ഇത് 1992 ഫസ്റ്റ് ക്വാർട്ടർ മൈനസ് എന്താണ് ലാസ്റ്റത്തെ. ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന നോൺ ആണ്. ഇതാണ് നമുക്ക് അൺനോൺ എന്ന് പറയുന്നത്. പക്ഷേ അൺനോൺ ആയിട്ടുള്ള ഈ രണ്ടിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് കിട്ടുള്ളൂ ഈ ഇക്വേഷൻ. അപ്പൊ ഞാനത് മുഴുവനായിട്ട് എഴുതുകയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതാണ് നമ്മളിപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ആൽഫാസ് ആണ് നമ്മളിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ആൽഫ 0യും ആൽഫ 1ഉം ഇതൊക്കെ നമ്മളിപ്പോൾ ഈ മോഡൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന മോഡൽ. ഇതാണ് നമ്മുടെ എസ്റ്റിമേറ്റഡ് മോഡൽ. ആൽഫ 0യും ആൽഫ 1ഉം ആൽഫ 8ഉം ആൽഫ 12ഉം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, then ഞാനിവിടെ എഴുതിയാണ് ആൽഫ 0 പ്ലസ് ആൽഫ 1. നീ ഇത് നോക്കുക, ഡെൽറ്റ ജി ഡി പി ടി മൈനസ് 1. ഇതെങ്ങനെയാണ് എഴുതാം? ടി മൈനസ് 1 എന്ന് പറയുന്നത്, ടി മൈനസ് 1 എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ടി മൈനസ് 1 എന്ന് പറയുന്നത്. അതായത് 1991 ഫോർത്ത് ക്വാർട്ടർ മൈനസ് 1991 തേർഡ് ക്വാർട്ടർ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് ടി മൈനസ് 1 വാല്യൂ. ദിസ് ഈസ് ദ 1991 ഫോർത്ത് ക്വാർട്ടർ മൈനസ് 1991 തേർഡ് ക്വാർട്ടർ. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ എഴുതുകയാണത്. അതായത് അതാണ് ഈ വൈ ടി മൈനസ് 1 എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇയർ ആയിട്ട് തന്നെ എഴുതുകയാണ്. ഇയർ 1991 ഫോർത്ത് ക്വാർട്ടർ മൈനസ്, നമുക്കിത് ബ്രാക്കറ്റിലേക്ക് ഇടാം, ജി ഡി പി 1991
തേർഡ് ക്വാർട്ടർ. ഇതിനെയാണ് നമ്മൾ ഡെൽറ്റ ജി ഡി പി ടി മൈനസ് 1 എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഈ എഴുതിയിരിക്കുന്നത്. പ്ലസ് ആൽഫ 8 ആൽഫ 8. ഇനി എട്ടാമത്തെ ലാഗാണ് നമുക്ക് അറിയേണ്ടത്. എട്ടാമത്തെ ലാഗ് എന്ന് പറയുമ്പോൾ ഇതാണ് ഫസ്റ്റ് ലാഗ് എന്ന് പറയുന്നത്. ഇനി എട്ടാമത്തെ ലാഗ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം, ഇത് ഫസ്റ്റ് ലാഗാണ്. 1 2 3 4 5 6 7 8. ഇതാണ് എട്ടാമത്തെ ലാഗ് എന്ന് പറയുന്നത്. സോ 1989 ഫോർത്ത് ക്വാർട്ടർ this will be equivalent to, ഇവിടെ നമുക്ക് 1989 ഇവിടെ നോക്കാം, ഇതാണ് ഫസ്റ്റ് ക്വാർട്ടർ വന്നത്. 1991 ഫോർത്ത് ക്വാർട്ടർ മൈനസ് തേർഡ്, ഇതാണ് ഫസ്റ്റ് ക്വാർട്ടർ. ഇനി എയ്ത്ത് എന്ന് പറയുന്നത് 1 2 3 4 5 6 7 8. ദിസ് വിൽ ബി ദ ഡിഫറൻസ്. 1989 ഫോർത്ത് ക്വാർട്ടർ മൈനസ് 1989 തേർഡ് ക്വാർട്ടർ. ഞാനത് എഴുതിയാണ്. y 1989 fourth quarter minus y 1989 third quarter. ഇതാണ് എന്ത് ജി ഡി പി ടി മൈനസ് 8 എന്ന് പറയുന്നത്. ഇനി 12 എടുക്കുകയാണെങ്കിൽ 12 ഇതാണ് അടുത്തത് നമ്മുടെ. ഇനി പ്ലസ്, ഞാൻ അതിന്റെ കൂടെ പ്ലസ് ഇടുകയാണ്. പ്ലസ് ആൽഫ 12. ഇനി നമുക്ക് എന്താ വേണ്ടത്? ടി മൈനസ് 12 ആണ് വേണ്ടത്. 12 ലാഗ് ആണ് വേണ്ടത്. സോ നമുക്ക് 1, this is the delta first lag t minus 1, 2 3 4 5 6 7 8 9 10 11 12. 1988 fourth quarter minus 1988 third quarter. ശരിയാണ്. 1988 fourth quarter minus y 1988 third quarter. നമ്മൾ നേരത്തെ ഡെൽറ്റ ദെൻ പ്ലസ് യു ടി. യു ടി എന്ന് പറയുന്നത് റെസിഡ്യുവൽ. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തുള്ള, അങ്ങനെയാണെങ്കിൽ അത് എറർ ടൈം. യു ടി ഇൻ ദ കറന്റ് പീരീഡ്, ഇതിൽ ഈ ഇക്വേഷൻ. ഓക്കെ, നൗ എന്താ ചെയ്തത്? ഇത് നോക്കുക, ഇത് ജി ഡി പി ആണ്. ഇതാണ് ഇതിന്റെ ഡെൽറ്റ ജി ഡി പി ടി മൈനസ് 1. ഈ രണ്ട് ടൈം ക്വാർട്ടർലി ഡാറ്റയാണ്. ഫോർത്ത് ക്വാർട്ടർ മൈനസ് തേർഡ് ക്വാർട്ടർ, അതാണ് ഡെൽറ്റ ജി ഡി പി ടി മൈനസ് 1 ഫസ്റ്റ് പീരീഡ് ലാഗിന്റെ. ഇത് എയ്ത്ത് പീരീഡ് ലാഗിന്റെ 1989 ഫോർത്ത് ക്വാർട്ടർ മൈനസ് 1989 തേർഡ് ക്വാർട്ടർ. ഇനി 12th പീരീഡ് ലാഗിന്റെ ആണെങ്കിൽ 1988 ഫോർത്ത് ക്വാർട്ടർ മൈനസ് 1988 തേർഡ് ക്വാർട്ടർ. ഇതാണ് ഡിഫറൻസ്. ഇതാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഡെൽറ്റ ജി ഡി പി അറ്റ് ടി മൈനസ് 1, ടി മൈനസ് 8 ആൻഡ് ടി മൈനസ് 12. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത്, നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് പോകുമ്പോഴും നമുക്ക് കിട്ടിയത് ഡെൽറ്റ വെച്ചിട്ടുള്ള ഫോർകാസ്റ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ആക്ച്വലി വേണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രം നമുക്ക് മതി. അപ്പൊ നമ്മൾ ഇതിനെ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോകും. അത് എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത് കാണിക്കുന്നത്. അപ്പൊ നോക്കാം, ഇതാണ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഡെൽറ്റ മാറ്റിയിട്ട് നമ്മൾ ലെവൽ ഫോമിൽ നമുക്ക് വാല്യൂ കിട്ടണം. അതിനെന്താ ചെയ്യേണ്ടത്? ഇത് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോയാൽ മതി. ഈ കാര്യം നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് ഇത് മാത്രമായി. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ നമുക്ക് വേണ്ടത്, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് y 1992 പോയിന്റ് ഫസ്റ്റ് ക്വാർട്ടർ ആണ്. ഇതാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ
ഇതാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോയാണ്. എന്ത് ഡിഫറൻസ് ആണ് ഇത് ഉണ്ടാക്കുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ 0 പ്ലസ്, അത് ഓൾറെഡി ഉള്ളതാണ്. ദെൻ പിന്നെ എന്താ ഉള്ളത്? ആൽഫ 1 ഡെൽറ്റ GDP T-1. ഇതാണ് അടുത്ത ടൈം അവിടെ കിടക്കുന്നത്. സോ ഞാൻ ആൽഫ 1 YT 1991 fourth quarter minus GDP at 1991 at third quarter. പിന്നെ ഞാൻ ഇവിടുന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് എന്ത് കൊണ്ടുവന്നു? റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്തുണ്ട്? ഇത് മൈനസ് 1991 ഫോർത്ത് ക്വാർട്ടർ ആണ്. ഞാൻ അതിനെ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ പ്ലസ് Y 1991 ഫോർത്ത് ക്വാർട്ടർ. എന്ത് ചെയ്തു? ഞാൻ ഇതിനെ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവന്നു. ബാക്കിയുള്ള ഇക്വേഷൻസ് എല്ലാം സെയിം ആണ്. ബാക്കിയുള്ളതെല്ലാം ഇത് ഞാൻ താഴത്തോട്ട് ഞാൻ അതുകൊണ്ട് ഒന്നും തന്നെ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നില്ല. പ്ലസ് ഞാൻ അതിലേക്ക് ചേഞ്ചസ് ഉണ്ടാക്കുന്നില്ല. അതെല്ലാം ആസ് യൂഷ്വൽ പ്ലസ് UT. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യാണ്. ഇവിടെ 2 റിപ്പീറ്റേഷൻസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാമത്? ഞാൻ ഇവിടുത്തെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ആൽഫ 0 പ്ലസ് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. ആൽഫ 1 GDP at 1991 പോയിന്റ് ഫോർത്ത് ക്വാർട്ടറിലെ 1991 ഫോർത്ത് ക്വാർട്ടറിലെ GDP. ദെൻ മൈനസ് ആൽഫ 1 Y 1991 തേർഡ് ക്വാർട്ടറിൽ GDP. എന്താ ചെയ്തത്? ഞാൻ ഈ ബ്രാക്കറ്റ് അങ്ങോട്ട് ഓപ്പൺ ചെയ്തു. അപ്പൊ ഞാൻ ആൽഫ 1 വെച്ചിട്ട് ഈ കോഎഫിഷ്യന്റ് വെച്ചിട്ട് 2 ടൈമിനെയും മൾട്ടിപ്ലൈ ചെയ്തു. പ്ലസ് ഇത് നമുക്ക് ഓൾറെഡി നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ഇങ്ങോട്ട് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് വന്നതാണ്. 1991 ഇതാണ് ഫോർത്ത് ക്വാർട്ടർ. ബാക്കിയുള്ള ടൈംസ് എല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ളതെല്ലാം അവിടെ അതിൽ മാറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെ ഈ ഭാഗം അതേപടി തന്നെ ഞാൻ ഡോട്ട് ഇട്ടിട്ട് UT എന്ന് എഴുതി. ഇപ്പൊ നോക്കാം, ഇയർ ഏത് ഇയർ ആണ്? ഈ ഇയർ നമ്മുടെ സാമ്പിളിൽ ഇല്ലാത്ത ഇയർ ആണ്. 1992 ഫസ്റ്റ് ക്വാർട്ടർ. അതിന്റെ ഇക്വേഷൻ ആയിട്ട് ഇത് മാറി. ഇനി നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നമ്മൾ നോക്കി കഴിയുമ്പോൾ ഇവിടെ ഈ ആൽഫ 1 Y GDP at 1991 ഫോർത്ത് ക്വാർട്ടറും ഇവിടെ റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ഇത് നമുക്ക് എഴുതാനായിട്ട് പറ്റുക, this is alpha 0. This is alpha 0. That is the constant. Plus ഇത് നോക്കാം, ഈ ടൈമും റിപ്പീറ്റഡ് ആണ്. അപ്പൊ നമുക്ക് അത് ഒരു ടൈം ആയിട്ട് മതി. അതായത് ഞാൻ ആ ടൈമിന് ഇങ്ങനെ എഴുതുകയാണ് Y 1991 ഫോർത്ത് ക്വാർട്ടർ. വൺ പ്ലസ് ആൽഫ. ഇപ്പൊ നോക്കാം, ഇപ്പൊ ഇതെന്തായി? ഇതിനെ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈം കിട്ടും. ഇതിനെ ആൽഫ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഈ ടൈം കിട്ടും. സോ 1 പ്ലസ് ആൽഫ മൾട്ടിപ്ലൈഡ് ബൈ GDP at 1991 ഫോർത്ത് ക്വാർട്ടർ. സോ ഈ 2 ടൈമിനെ നമുക്ക് ഈ രീതിയിൽ എഴുതാം. മൈനസ് ആൽഫ 1 GDP at 1991 തേർഡ് ക്വാർട്ടർ.
തേർഡ് ക്വാർട്ടർ പ്ലസ് ബാക്കിയുള്ള ടൈംസിലൊന്നും മാറ്റം വന്നിട്ടില്ല, പ്ലസ് യു ടി. ഈ യു ടിയുടെ ഒരു കാര്യം പറയുമ്പോൾ നമ്മളിപ്പോ ഫോർകാസ്റ്റിംഗിലേക്ക് വന്നു. ഇപ്പോ y 1992, അതായത് ഈ വാല്യൂ നമ്മുടെ കൈവശം ഇല്ലാത്ത വാല്യൂ ആണ്, നമ്മൾ അത് ഫോർകാസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് ക്വാർട്ടറിലെ 1992 ഫസ്റ്റ് ക്വാർട്ടർ നമ്മുടെ ഡാറ്റയിൽ ഇല്ല. നമ്മുടെ ഡാറ്റ 1991 ഫോർത്ത് ക്വാർട്ടറിൽ തീർന്നു. പിന്നെ അടുത്ത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോവുകയാണ്, ദാറ്റ് ഈസ് ഫ്യൂച്ചർ. ഇത് ഫ്യൂച്ചറിന്റെ ഇക്വേഷൻ ആണ്. സോ ഈ റാൻഡം ഷോക്ക് അവിടെ ഹാപ്പൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ റാൻഡം ഷോക്കിനെ ഇനി ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. സോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ കൈവശമുണ്ട്. ഏത് ആൽഫ 0 നമ്മൾ നേരത്തെ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്, ആൽഫ 1 എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്, ആൽഫ 8ഉം ആൽഫ 12ഉം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ഇയേഴ്സ് എല്ലാം നമ്മുടെ കൈവശമുള്ള വാല്യൂസ് ആണ്, എക്സെപ്റ്റ് യു ഹാറ്റ് യു ടി. സോ ഇത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് ഈ ഒരു ടൈമിന്റെ കാര്യമില്ല. സോ വി വിൽ just delete this. അപ്പോൾ ഈ ഡോട്ടഡ് ലൈനിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ് ഡോട്ടഡ് ലൈനിലുള്ള ഇക്വേഷൻ. ഇനി നമ്മൾ എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാനുണ്ട്? എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? ഇത് നമുക്ക് സോഫ്റ്റ്വെയറിൽ ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് 1 by 1 ആയിട്ട് കാണിച്ചു തന്നാണ് സ്റ്റെപ്പ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. ദെൻ നമുക്ക് എങ്ങനെയാണ് ഇത് ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? എങ്ങനെയാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? ഇതിന് പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൽഫ 0, നമുക്ക് ആൽഫ 0യുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ആൽഫ 0യുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ പ്രകാരം 23.54 ആണ്. സോ നമുക്ക് ജി ഡി പി അറ്റ് 1992 ഫസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുന്നത് എങ്ങനെയാണ് മെഷർ ചെയ്യുക? അത് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതാണ് നമ്മുടെ കോൺസ്റ്റന്റ് ടൈം 23.5455. സോ 23.55 പ്ലസ് നമ്മുടെ ഇക്വേഷൻ എന്താണ്? 1 പ്ലസ് ദിസ് ഇസ് ആൽഫ 1, ദിസ് ഇസ് ആൽഫ 1. ഇത് ആൽഫ 1 ആയിരുന്നു, ഇത് ആൽഫ 1 ആണ്. ഈ ആൽഫ 1 ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്, ഈ ആൽഫ 1 ആണ് ഇത്. സോ ഇവിടെ നമുക്ക് 1 പ്ലസ് ആൽഫ 1. ആൽഫ 1 എത്രയാണ്? ആൽഫ 1 ഇതാണ്, C1 0.30 ഇൻറ്റു നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇൻറ്റു 1991 ഫോർത്ത് ക്വാർട്ടറിലെ ജി ഡി പിയുടെ വാല്യൂ നമുക്കറിയാം, അത് നമ്മുടെ ഡാറ്റയിലുണ്ട്. 1991 ഫോർത്ത് ക്വാർട്ടറിലെ ഡാറ്റ എന്ന് പറയുന്നത് ഇതാണ്. സോ നമുക്കത് 4868 ആണ്. 4868 ഇവിടെ നമുക്ക് 4868 മൈനസ് നമ്മുടെ അടുത്തത് മൈനസ് ആണ്. മൈനസ് ആൽഫ 1 എന്ന് പറയുന്നത് 0.30 ആണ്. സോ 0.30 മൾട്ടിപ്ലൈഡ് ബൈ ഏതാണ്? 1991 തേർഡ് ക്വാർട്ടർ. തേർഡ് ക്വാർട്ടർ എത്രയാണ്? 4862.7. സോ നമ്മൾ 4862.7. ഇനി അടുത്തെന്താണ്? പ്ലസ്. ഇത് നമ്മുടെ ഇക്വേഷൻ എന്താണ്? നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഇക്വേഷനിലേക്ക് പോകാം. ഇതാണ് ആൽഫ 8 ഇൻറ്റു ദിസ് ഡിഫറൻസ്. അവിടെ നമുക്ക് ഡിഫറൻസ് എഴുതിയാലും മതി. ദെൻ ആൽഫ 2 ഇൻറ്റു ദിസ് ഡിഫറൻസ്. ഈ ഡിഫറൻസ് എഴുതിയാലും മതി.
സോ നമ്മൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ എല്ലാം നമ്മൾ ആ എസ്റ്റിമേറ്റഡ് കോഎഫിഷ്യന്റുകൾ ഉൾപ്പെടുത്തിയിട്ട് അതിന് പകരം നമ്മൾ ആ ഡിഫറൻസുകൾ നമ്മൾ അവിടെ ചെയ്യുകയാണ്. സി ഇവിടെ ഞാൻ ആ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചു തരാം. ഇതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്ന കാര്യം. സബ്സ്റ്റിറ്റ്യൂഷൻ. ഇവിടെ നമ്മൾ കോൺസ്റ്റന്റ് ടൈം ഇട്ടു. ഇതാണ് നമ്മുടെ 0.30 കോഎഫിഷ്യൻ. ഇതിന് പകരം നമ്മൾ എന്താ ചെയ്തേ, ആ 1991 4th ക്വാർട്ടറിലെ GDP നമ്മുടെ കൈവശ ഇൻഫർമേഷൻ ഉണ്ട്. ദെൻ ഇത് സെയിം കോഎഫിഷ്യന്റ് ആണ് 0.34. ഇത് 1+ ആണ്. ഇത് 1.34 ആണ് കോഎഫിഷ്യൻ. ഇത് -0.30 കോഎഫിഷ്യൻ. അതിന്റെ കൂടെ നമ്മൾ ഇത് 1993 3rd ക്വാർട്ടറിലെ GDP ആണ്. ഈ GDP ആണ് ഈ എഴുതിയിരിക്കുന്നത്. അതുവരെ നമ്മൾ എഴുതിയിട്ടുണ്ട് മോഡലിൽ. ഇനി പ്ലസ് എന്താ ചെയ്യുന്നത്, ഇവിടെ കോഎഫിഷ്യൻ മൈനസ് ആയതുകൊണ്ടാണ് ഇവിടെ നോക്കുക കോഎഫിഷ്യൻ പിന്നെ നെഗറ്റീവ് ആണ് വന്നിരിക്കുന്നത്. 8ാമത്തെ കോഎഫിഷ്യൻ 8th ലാഗിന്റെ കോഎഫിഷ്യൻസ് -0.28 ആണ്. അതാണ് ഇവിടെ -0.29. ചെറിയ വേരിയേഷൻ ഉണ്ട്. ദെൻ അതിന്റെ കൂടെ നമ്മൾ ഏത് വർഷത്തെയാണ് നമ്മൾ എടുക്കുന്നത്, വി ആർ കൺസിഡറിങ് ബോത്ത്. സി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇതിനെയും നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ മൈനസ് ഇതും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതല്ലെങ്കിൽ നമുക്ക് അവിടെ ഡെൽറ്റ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. വി ക്യാൻ യൂസ് ദ ഡെൽറ്റ. സോ ഇഫ് വി substitute these values and the estimated coefficients, and finally we will get the 4876.7. ഇതാണ് നമ്മുടെ എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള 4867.7. This is our estimated forecasted value at 1992 first quarter. So this is how the forecasting is done. എന്താ ചെയ്തത്, നമ്മൾ GDPയുടെ ഈ നമ്മൾ ഡെൽറ്റയാണ് നമുക്ക് ആദ്യം തന്നെ കിട്ടിയത്. പക്ഷേ ഈ ഡെൽറ്റയിൽ നിന്ന് നമ്മൾ അതിനെ ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ അത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് തന്നെ എഴുതിയിട്ട് നമ്മൾ ഈ ഒരു വർഷത്തെ, ഇത് നമുക്ക് എല്ലാം അറിയാവുന്നതാണ്, ഈ പീരീഡ് നമുക്ക് അറിയാവുന്നതാണ്. ഇതിനെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ അവിടെ ഇക്വേഷനിൽ വരുന്ന ചേഞ്ചസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഫൈനലി നമ്മുടെ ഇക്വേഷനിൽ നമുക്ക് ചേഞ്ച് വന്നു. ഇതാണ് നമ്മുടെ ചേഞ്ച് വന്നിരിക്കുന്നത്. അതിലേക്ക് ഇതാണ് നമ്മുടെ ചേഞ്ച് വന്നിരിക്കുന്നത്. α1 this is the final change. α0 plus α1 plus α1 into 1991 4th quarter minus α1 into 1991 3rd quarter. Then all are the same. ഈ കാര്യങ്ങളെല്ലാം എലമെന്റ്സ് എല്ലാം വരും. ഇതിലെല്ലാം നമ്മൾ എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള കോഎഫിഷ്യൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതുപോലെ ഈ ഇൻഫർമേഷൻസ് എല്ലാം നമ്മുടെ കൈവശമുള്ളതാണ്, അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Then finally we get the GDP, that is GDP of 1992 first quarter. This is how the estimation is done. ഇത് നമ്മളിപ്പോൾ മാനുവൽ ആയിട്ടാണ് ചെയ്തത്. നമ്മൾ അതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ദിസ് ഈസ് ഹൗ this delta GDP was transformed into the level form. നമുക്ക് കാരണം നമുക്ക് ലെവൽ ഫോമിലാണ് പ്രഡിക്ഷൻ കുറച്ചും കൂടി നമുക്ക് കൃത്യമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ നമുക്ക് അതിന്റെ ഉപയുക്തത കൂടുതൽ വരുന്നത് ലെവൽ ഫോമിൽ പറയുമ്പോഴാണ്. പക്ഷെ നമ്മൾ ലെവൽ ഫോം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനെ ട്രാൻസ്ഫോം ചെയ്തിട്ടാണ്, ഡിഫറൻസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ അരിമ മോഡൽ ചെയ്തത്. സോ ആ അരിമ മോഡൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന കോഎഫിഷ്യന്റ് വെച്ചിട്ട് വീണ്ടും നമ്മൾ അതിനെ ലെവൽ ഫോമിലേക്ക് മാറ്റിയാണ് ഈ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ വന്ന ഇക്വേഷൻ ചേഞ്ചസ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ദിസ് ഈസ് ഹൗ ദ അരിമ മോഡലിംഗ് ഈസ് ഡൺ. അപ്പൊ നിങ്ങൾ ലെറ്റ് മീ സ്റ്റോപ്പ് ദിസ്.